ഇന്ന് മീനില്ലാതെ ഒരു മീൻ കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതെന്താ ഈ വെണ്ടക്കായ ഉപയോഗിച്ചിട്ട് മൂക്കാതെ നല്ല ചള്ള വെണ്ടക്കായാണ് കേട്ടോ. ഇതൊക്കെ കഴുകിയിട്ട് ഒരു ഇത്തിരി നീളത്തിൽ ഞാനിങ്ങനെ നുറുക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് സാധനങ്ങളേ ഉണ്ട്. ഒരു സബോള ഇങ്ങനെ ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ രണ്ട് കറിവേപ്പിൻ്റെ ഇലയും 2 പച്ചമുളകും. അപ്പോൾ ഞാൻ ബാക്കിയൊക്കെ ഇത് ഉണ്ടാക്കുമ്പം കാണിച്ചു തരാം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചെറിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമുക്ക് വെണ്ടയ്ക്ക കൊണ്ട് എങ്ങനെ മീൻ പുളി പോലെ വറ്റിച്ചുണ്ടാക്കാമെന്ന് നോക്കി നോക്കാം. അപ്പം ഞാനതാണ് ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുകൊക്കെ പൊട്ടിയപ്പോൾ ഒരു 4 മണി ഉലുവ മണി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉലുവയുടെ അത്ര ഇഷ്ടമല്ല, അത് കാരണമാണ് ഞാൻ ഇത്തിരി ഇട്ടെടുത്തിട്ടുള്ളൂ. ഉലുവയൊക്കെ പൊട്ടിക്കഴിഞ്ഞ് അപ്പോൾ ഒരു 2 അല്ലി വെളുത്തുള്ളിയും 1 കഷ്ണം ഇഞ്ചിയും കൂടി ചതച്ച് വെച്ചിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിൻ്റെ ഒക്കെ പച്ചമണക്ക് പോയിട്ട് അത് ഏകദേശം ഒരു ബ്രൗൺ കളറായിട്ടുണ്ട്. അതിലേക്ക് 1 സബോള ഇങ്ങനെ അധികം കനമില്ലാതെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. 2 പച്ചമുളക് നടുകെ പൊളിച്ച് വെച്ചതാണ്. ഒരു 2 കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് വഴറ്റിക്കൊടുക്കാം. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. ഇതൊക്കെ എല്ലാവരും ഉണ്ടാക്കുന്ന കറിയൊക്കെ തന്നെയാവും കേട്ടോ. ഞാൻ പക്ഷേ എനിക്ക് ഒരു ദിവസം വീട്ടിലെന്താ കറി ഉണ്ടാക്കുന്നത് വെച്ചാൽ അത് ഞാൻ വീഡിയോ എടുത്തിട്ട് ഇടുന്നതാണ്. വീഡിയോ കാണുന്ന ഇടയിൽ എല്ലാവരും ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റും ഷെയറൊക്കെ തരണം കേട്ടോ. എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. സബോള ഒന്ന് നന്നായിട്ട് നമ്മളിതുപോലെയുള്ള കറികളൊക്കെ പുളി ഒഴിച്ച് വെണ്ടക്കയോ മീനും അതൊക്കെ ഇങ്ങനത്തെ മൺചട്ടിയിൽ വെക്കുമ്പോഴാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഇട്ട്. നോൺ സ്റ്റിക്കിനേക്കാളൊക്കെ രുചി ഉണ്ടാവും മൺചട്ടിയിലാണ്. ഒന്നും കൂടി ഒന്ന് കളർ മാറി വരട്ടെ. സബോളയൊക്കെ ഏകദേശം ഒന്ന് നന്നായിട്ട് വഴറ്റി കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് നമുക്ക് ഈ നുറുക്കി വെച്ച് വെണ്ടക്കായ ഇട്ട് കൊടുക്കുക. വെണ്ടക്കായ ഒന്ന് നന്നായിട്ട് ഇതിലേക്ക് വാട്ടിയെടുക്കുക. വെണ്ടയ്ക്ക വാടിയപ്പോൾ അതിൻ്റെ അളവൊക്കെ കുറഞ്ഞു കിട്ടുക. ഞാനൊരു 150 ഗ്രാം വെണ്ടയ്ക്കാണ് എടുത്തിട്ടുണ്ടായി. ഞാൻ വിചാരിച്ചപ്പോൾ ചട്ടിയിലൊക്കെ ഇത് നമ്മൾ വഴറ്റാനിട്ടപ്പോൾ ഒരുപാട് കഷ്ണങ്ങൾ പോലെ തോന്നി. എന്താ വെച്ചാൽ ഈ കഷ്ണങ്ങളൊക്കെ ഞാൻ തന്നെ തിന്ന് തീർക്കണം, വേറെ ആരും ഇത് കഴിക്കില്ല കാരണം. അപ്പോൾ ഇത് വെണ്ടക്കായ ഏകദേശം ഒന്ന് വാടിയുണ്ട്. അതിലേക്ക് ഒരു തക്കാളി ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും കൂടി ഇട്ട് കൊടുക്കാം. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് കേട്ടോ. ഈ ചട്ടിയായ കാരണം പെട്ടെന്ന് പുകഞ്ഞ് വരും ചൂട് പിടിച്ചിട്ട്. ഇതും കൂടി ഒന്ന് വഴറ്റിക്കൊടുക്കാം. വെണ്ടക്കായും തക്കാളിയും ഒക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 സ്പൂൺ സാദാ കറിക്ക് ഉപയോഗിക്കുന്ന മുളക് പൊടിയാണ്. പിന്നെ ഒരു 1/2 സ്പൂണേ ഇട്ട് കൊടുക്കുന്നുള്ളേ. ഇത് കാശ്മീരി മുളക് പൊടി ചെറിയ സ്പൂണാണ് കേട്ടോ. ഇതൊക്കെ ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിൻ്റെ ഒരു പച്ചമണം പോകുന്നവരൊന്ന് ഇളക്കിയെടുക്കാം. മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഒന്ന് അതിൻ്റെ പച്ചമണമൊക്കെ പോകുന്നവരൊന്ന്
ഇളക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ഞാൻ പാകത്തിനുള്ള പുളിവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കുറച്ച് വെള്ളം കൂടി ഒഴിച്ചെടുക്കാം. പാകത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. ഉപ്പും കൂടിയിട്ട് ഇതൊന്ന് തിളയ്ക്കാൻ വേണ്ടി അടച്ചു വയ്ക്കാം. ഇനി ഇതൊന്ന് തുറന്ന് നോക്കട്ടാ. ഇതാ കറിയൊക്കെ ഏകദേശം നല്ല സെറ്റായിട്ടുണ്ട്. പിന്നെ വെണ്ടക്കായ കൊണ്ടുള്ള മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടിട്ട് എല്ലാവരും ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്. സബ്സ്ക്രൈബും കമൻറ്റും ലൈക്കൊക്കെ തരണേ. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല രുചിയുള്ളൊരു കറിയാണ് കേട്ടോ ഇത്. അധികം ചിലവൊന്നുമില്ലാതെ. ഇതാ 2 തണ്ട് കറിവേപ്പിൻ്റെ ഇലയും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതാ തീ ഓഫാക്കാന്നേ. എന്നിട്ട് ഒരു 5 മിനിറ്റ് സമയം അടച്ചു വെച്ച് കൊടുക്കാം.